നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ഏർപ്പെടുത്തിയ തദ്ദേശീയ എഴുത്തുകാർക്കുള്ള ഷാജി കെ അബ്ദു സാഹിത്യ പുരസ്കാരം നാടകകൃത്തും സംവിധായകനും കഥാകൃത്തുമായ ബഷീർ തൃപ്പേക്കുളത്തിന് സമ്മാനിച്ചു. ചന്ദ്രാപിനി ഹൈസ്കൂൾ 1994 SSLC കൂട്ടായ്മ ഓർമ്മകളുടെ പൂക്കാലം വാർഷിക ആഘോഷവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് കയ്പമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA സ്വീകരണം നൽകി. CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ഏർപ്പെടുത്തിയ തദ്ദേശീയ എഴുത്തുകാർക്കുള്ള ഷാജി കെ അബ്ദു സാഹിത്യ പുരസ്കാരം നാടകകൃത്തും സംവിധായകനും കഥാകൃത്തുമായ ബഷീർ തൃപ്പേക്കുളത്തിന് സമ്മാനിച്ചു. മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം MLA KK വത്സരാജ് പുരസ്കാരം സമർപ്പിച്ചു. 5000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ജിതി സുധീഷ് അധ്യക്ഷത വഹിച്ചു. മൂസ വടക്കനോളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, സോമൻ താമരക്കുളം, PK ഒഫൂർ, TB സന്തോഷ് ബാബു, പുരസ്കാര ജേതാവ് ബഷീർ തൃപ്പേക്കുളം, ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി MD അഭിശങ്കർ, വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താന എന്നിവർ സംസാരിച്ചു. ഈ കയ്പമംഗലത്തിന്റെ ജനപ്രതിനിധിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2-3 മാസമായിട്ടില്ല. ഈ കാലയളവിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യം ധാരാളം കലാസാംസ്കാരിക പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ വായനശാല പ്രസ്ഥാനവും നിരവധിയായിട്ടുള്ള ജനകീയ കൂട്ടായ്മകളുടെ പലവിധ ഇടങ്ങളും ഈ മണ്ഡലത്തിന്റെ നിരവധി പ്രദേശങ്ങളിൽ കാണാനും അവരുടെ നിരവധിയായിട്ടുള്ള പരിപാടികൾ പങ്കെടുക്കാനും അവസരമുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ അവരുടെ ജീവിതവുമായി ചന്ദ്രാപിനി ഹൈസ്കൂൾ 1994 SSLC കൂട്ടായ്മ ഓർമ്മകളുടെ പൂക്കാലം വാർഷിക ആഘോഷവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. MA ഫൈസൽ അധ്യക്ഷത വഹിച്ചു. നിഷീഖ്, ഷാജഹാൻ, പ്രജീവ്, സീമ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രൂപ്പ് അഡ്മിൻമാരായ സാജിദ്, തുഷാർ, സുമി, സീമ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂട്ടുകാരികളൊക്കെ ഒന്നിച്ചിരിക്കുക, എന്തെങ്കിലും തമാശകളിയാക്കലൊക്കെ കൂടിയിരിക്കുക, രസകരമായ എന്തെങ്കിലുമൊക്കെ പാർട്ടികളോ ഒപ്പനകളോ ഡാൻസൊക്കെ ആയിട്ട് കൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണെന്ന് മനസ്സിലാക്കണം. ഏതായാലും നമ്മൾ ഒരുപാട് നാളുകളായി ഈ ഒരു ദിവസത്തിന് വേണ്ടി പരീക്ഷയുടെ പേടി, സ്വപ്ന സാക്ഷാത്കാരങ്ങള്, സ്വപ്നങ്ങള് മുറിഞ്ഞു പോയത് എല്ലാം ഇപ്പോൾ മനസ്സിലുണ്ടാവും. അതൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടം പോലെ അല്ല എന്നുള്ളതാണ് സത്യം. അത് പഴയ കാലഘട്ടമാണ്, അത് ആത്മാർത്ഥതയുടെ കാലഘട്ടമാണ് എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ഓർമ്മിച്ചെടുക്കാവുന്ന ഒരു അവസരമാണ് ഈ കേരള കോൺഗ്രസ് കയ്പമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA സ്വീകരണം നൽകി. മതിലകം പഞ്ചായത്ത് EVG ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. KJ തോമസ് അധ്യക്ഷത വഹിച്ചു. EJ വത്സൻ മുഖ്യപ്രഭാഷണം നടത്തി. PA ഷൈജു, മണ്ഡലം പ്രസിഡന്റുമാരായ VT സജീവൻ, VD ജോയ്, R രഘുനാഥൻ, അൻവർ ഷാ മനാഫ്, ഷുഹൈബ്, ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പള്ളിയിൽ പോയി വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോന്ന് തന്നെ എനിക്കറിയില്ല. അദ്ദേഹം അവിടേക്ക് ഓടിക്കയറി ചെന്നിരുന്ന് എല്ലാവരും പോയതിന് ശേഷമാണ് പരിപാടികൾക്ക് അവിടെ എഴുന്നേറ്റ് പോരാറ്. ഞങ്ങള് ഇപ്പൊ MLA എക്സലൻസി അവാർഡ്സ് കൊടുക്കുന്ന തിരക്കിലാണ്.
അദ്ദേഹം ആണ് ഉദ്ഘാടനം. MLAയുടെ എക്സലൻസി അവാർഡാണ്. പക്ഷെ ആ തിരക്കിൽ നിന്ന് ഏത് സ്കൂളിലേക്കാണോ അദ്ദേഹം എത്തിച്ചേരേണ്ടത് എന്ന് വെച്ചാൽ 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ ഒക്കെ ഞങ്ങളൊന്ന് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് ആ സ്ഥലത്തേക്ക് ഓടിയെത്തും. അപ്പൊ വീട്ടിലെ ജനത്തിരക്ക് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിലെ പല പരിപാടികൾക്കും ഓടി കരച്ചെത്തണം. അതിനെല്ലാം അതിനിടയ്ക്ക് കല്യാണം, മരണം, അതൊക്കെ ഒരു പരിപാടി അദ്ദേഹം മിസ് ചെയ്യില്ല. ഏത് വ്യക്തിയാണോ എന്ന് പറഞ്ഞ് അത് ഓർത്ത് ഡയറിയിൽ എഴുതി വെച്ച ആ സ്ഥലത്ത് എത്തിച്ചേരും. അപ്പൊ അങ്ങനെയുള്ള ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാക്സ് ചാമക്കാല UAE ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാതരം 2026 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും 15 വർഷമായി SSLC പരീക്ഷയിൽ 100% വിജയം നേടുന്ന ചാമക്കാല മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിന് ആദരവും നൽകി. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ഒസാക്സ് പ്രസിഡന്റ് ഹമീദ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, എടത്തിരുതി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷ B മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, എഴുത്തുകാരൻ ഹുസൈൻ, പ്രിൻസിപ്പാൽ രഞ്ജി T പരമേശ്വരൻ, HM ഇൻചാർജ് ഷിജി, ഒസാക്സ് UAE ചാപ്റ്റർ ട്രഷറർ ES സമദ്, PTA പ്രസിഡന്റ് സുബി അനിൽ, വിദ്യാലയ സംരക്ഷണ സമിതി സെക്രട്ടറി CB അബ്ദുൽ സമദ്, ഒസാക്സ് ജനറൽ സെക്രട്ടറി PK ഹംസ, ട്രഷറർ അൻവർ ചാമക്കാല, KK അഫ്സൽ, ബേബി പ്രദീപ്, PY ബിനാസ്, KR രാഗി, VN നസീർ, MH റംലത്ത്, KA ഹാരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒസാക്സിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും അതിന്റെ തന്നെ UAE ചാപ്റ്ററിന്റെയും സംയുക്തമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും പ്രതിഭാതരം എന്ന മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഒസാക്സ് ഇന്ന് വളരെ സന്തോഷ മുഹൂർത്തത്തിലാണ് ഈ നിമിഷം നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ പഠിച്ചു വന്ന സ്കൂളിൽ നിന്ന്, നമ്മൾ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആദരവോ കാര്യങ്ങളോ ഇല്ലാതിരുന്നിട്ട് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഇപ്പൊ നമ്മുടെ കൊച്ചുമക്കൾ പഠിച്ചു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരൊരു കൈത്താങ് കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചറിഞ്ഞതുകൊണ്ട് അവർക്ക് ഒരു കൈത്താങ്ങായി കൂടെ. CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. തുടർന്ന് ലക്ഷ്മി സൈകാൾ കാരുണ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും നടന്നു. കളമുറി നോബിൾ പാലസിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ലക്ഷ്മി സൈകാൾ കാരുണ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ചു. അഡ്വക്കേറ്റ് PR കണ്ണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MA ഹാരിസ്, ബാബു PM അഹമ്മദ്, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, TV സുരേഷ്, IS കാസിം, നൂറുൽ ഹുദ, NK സുരേഷ് എന്നിവർ സംസാരിച്ചു. അവരെ സംഘടിപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ഇന്നത്തെ പോലെ മൈക്കൊന്നുമില്ലാത്ത കാലം, ഇപ്പോൾ തൊഴിലാളികളെ പ്രത്യേകമായി ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് VSന്റെ പ്രസംഗ ശൈലി പ്രത്യേകമായ രീതിയിൽ അദ്ദേഹം രൂപപ്പെടുത്തിയത്. മൈക്കില്ലാതിരുന്ന കാലത്ത് തൊഴിലാളികളെ പാടവരമ്പിൽ നിന്ന് സംസാരിച്ച് ആ പ്രസംഗത്തിൽ ആകൃഷ്ടരാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അത് പ്രത്യേകമായ രീതിയിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. പുന്നപ്രവയലാർ സമരത്തിൻ്റെ കാലത്ത് ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് അദ്ദേഹം വിധേയനായി. അതിക്രൂരമായ SNDP യോഗം ദേവമംഗലം ശാഖയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. SNDP നാടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ പോരാളിയായി ലഹരി വിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. യോഗം ഏറ്റുചൊല്ലി പ്രതിജ്ഞയെടുത്തു. ശാഖ വൈസ് പ്രസിഡന്റ് TV വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, ശാഖാ സെക്രട്ടറി TS പ്രദീപ്, വൈസ് പ്രസിഡന്റ് KR സത്യൻ, യൂണിയൻ കമ്മിറ്റി അംഗം CK രാമു, AV മല്ലിനാഥൻ, ശാഖാ വനിതാ സംഘം പ്രസിഡന്റ് രാജീവ് ശ്രീധരൻ, സെക്രട്ടറി ഇന്ദിര രാജഗോപാൽ, ലതാ പ്രദീപ്, ഷെർലി രാജൻ എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റിന്റെ പുതിയ ആശയമാണ് തൂഫാൻ എന്ന് നമ്മളൊക്കെ അറിഞ്ഞിരിക്കും. കേരളം സംബന്ധിച്ചോളം വളരെയേറെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പ്രത്യേകിച്ച് യുവ തലമുറ കടന്നു പോകുന്നത്. പുതിയ
രാസലഹരിയുടെ കാലമാണെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലുപരിയായി നമ്മുടെ കൺമുറ്റത്തേക്ക് പോലും ഈ ലഹരിയുടെ വ്യാപനം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കയ്പമംഗലം പോലും അതിൽ ചന്ദ്രാപിനി ശ്രീ കുമാരമംഗലം SNDP യോഗം ശാഖയിൽ 172ാമത് ഗുരുജയന്തി ആഘോഷ പരിപാടികൾ നടത്തി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി. രാജേഷ് പറശ്ശേരി സമ്മാനദാനവും പ്രചോദ് പണിക്കശ്ശേരി പഠനോപകരണ വിതരണവും നടത്തി. ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താമ്പറമ്പിൽ, കൃഷ്ണപ്രിയ സുജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ യൂണിയനിൽ ഏകദേശം 44 ശാഖകളുണ്ട്. എന്റെ സ്വന്തം ശാഖയടക്കം 44 ശാഖയുണ്ട്. ഇത് ശാഖ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തുള്ള തൊട്ടപ്പുറത്തെ ശാഖയാണ്. പക്ഷെ ഇത്രയും ഞാൻ ഇവരെ പുകഴ്ത്തി പറയാൻ ഇരുത്തി പറയുകയല്ല, ഇത്രയും ഭംഗിയിലും ചിട്ടയിലും മട്ടിലും കൃത്യതയോടുകൂടി ഗുരുദേവ ആരാധനയോടുകൂടി പോകുന്ന ഒരേ ഒരു ശാഖ ഈ ശ്രീകുമാരമംഗല ശാഖ മാത്രമേ നമ്മുടെ യൂണിയനിലുള്ളൂ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവരുടെ രണ്ടാളുടെ കൂട്ടായ്മ, ഒത്തൊരുമ, അതുപോലെ ഈ നാട്ടിക യൂണിയനിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. ഒരു 44 ശാഖകളുള്ളതിലും ഒരു ശാഖാ സെക്രട്ടറിയോ പ്രസിഡന്റിനോ ഇതുപോലെ എല്ലാ ദിവസവും ശാഖാ മന്ദിരത്തിൽ ഗുരുദേവന്റെ അടുത്ത് വന്ന് വിളക്ക് കത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജയൻ എന്നോർമ്മ. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. സ്കൂളിൽ കയറി കറിക്കത്തി മുതൽ അരി വരെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ. ആസാം ഗായ് ജില്ലാ സ്വദേശിയും നിലവിൽ പി വെമ്പല്ലൂർ വാഴൂർ ക്ഷേത്രത്തിന് സമീപം താമസക്കാരനുമായ താജുദ്ദീൻ എന്നയാളാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് കോതവറമ്പ് വാസുദേവ വിലാസം UP സ്കൂളിലെ പാചകപ്പുരയും സ്റ്റോർ മുറിയും കുത്തി തുറന്ന് മോഷണം നടന്നത്. 5 ചാക്ക് അരിയും മറ്റ് സാധനങ്ങളുമാണ് മോഷ്ടിക്കപ്പെട്ടത്. പ്രതി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടവയിൽ ഉൾപ്പെട്ട 99.700 കിലോഗ്രാം അരി പോലീസ് കണ്ടെടുത്തു. കുടുംബത്തോടൊപ്പം പി വെമ്പല്ലൂർ ഭാഗത്ത് താമസിച്ച് ആക്രി സാധനങ്ങൾ പെറുക്കി ജീവിച്ചു വരികയായിരുന്നു പ്രതിയായ താജുദ്ദീൻ. പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി വലയിലായത്. പെരുമ്പിലാവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് കാറിലിടിച്ച് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന വീട്ടമ്മയ്ക്കാണ് പരിക്ക്. ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്ക് രോഗിയെ അൻസാർ ആശുപത്രിയിലെ ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ ഇഞ്ചനോടിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട് അപകടം. 2 വൈദ്യുതി പോസ്റ്റുകൾ ഇടിച്ചു തകർത്ത ജീപ്പ് സമീപത്തെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരികയായിരുന്ന താർ ജീപ്പ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ജീപ്പിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പ്ലാവിൽ കുടുങ്ങിയ ആളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കയ്പമംഗലം 12 ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിന് സമീപം രാവിലെ 10 മണിയോടെയാണ് സംഭവം. പരിസരവാസിയായ സനിലാണ് അബോധാവസ്ഥയിൽ മരത്തിൽ കുടുങ്ങിയത്. മരത്തിന് മുകളിൽ നിന്നും താഴേക്ക് വീഴാൻ പോയ ഇയാൾ കാലിൽ തളപ്പ് ഉണ്ടായിരുന്നതിനാൽ ഇതിൽ കുടുങ്ങി തലകീഴായി തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ താഴെ ഉണ്ടായിരുന്ന ആൾ മരത്തിൽ കയറി ഇയാളെ ഉയർത്തിവെച്ച ശേഷം നാട്ടുകാരുടെയും സഹായത്തോടെ ഇയാളെ താങ്ങി നിർത്തുകയായിരുന്നു. വലപ്പാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് ഇയാളെ സുരക്ഷിതനായി താഴെ ഇറക്കിയത്. തൃശൂരിൽ ലോകകപ്പ് ഫൈനൽ മത്സരത്തിന് വിൽപ്പന നടത്താൻ എത്തിച്ച ലഹരി വസ്തുക്കൾ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 2.621 ഗ്രാം MDMA പിടിച്ചെടുത്തു. വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിന് വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന ലഹരി വസ്തുക്കളാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ സ്പെഷ്യൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. സംഭവത്തിൽ തലപ്പള്ളി മുള്ളൂർക്കര സ്വദേശികളായ സുനിൽ, ജിഷ്ണു എന്നിവരെ അറസ്റ്റ് ചെയ്തു.
മൂന്നാം പ്രതിയായ സുനിലിന്റെ വീട്ടിൽ നിന്നും ബുള്ളറ്റിൽ നിന്നുമായി 2.621 ഗ്രാം MDMA കണ്ടെത്തി. ലഹരി വസ്തുക്കൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രത്യേക തരം കവറുകളും ഇവരിൽ നിന്നും കണ്ടെടുത്തു. പ്രതികൾ വലിയ തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നവരാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ എന്ത് വില കൊടുത്തും ലഹരി വസ്തുക്കൾ വാങ്ങുന്നവർ ഇവരെ ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രതികളുടെയും ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗസ്ഥർ. ഇവരുമായി ഇടപാട് നടത്തിയിട്ടുള്ളവരെയും ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്. തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ ലോകകപ്പ് മത്സരം കാണാനെത്തിയവരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അർജന്റീന സ്പെയിൻ മത്സരം കാണാൻ 5000-ലധികം ഫുട്ബോൾ പ്രേമികളാണ് സ്റ്റേഡിയത്തിലെത്തിയത്. മത്സരത്തിനു ശേഷം ഫുട്ബോൾ ആരാധകർക്കായി വർണ്ണമഴയും TSGA ഭാരവാഹികൾ ഏർപ്പെടുത്തിയിരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ജനറൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി ആക്ഷേപം. മണിക്കൂറുകളോളം രോഗികൾ ക്യൂവിൽ നിന്ന് വലയുന്നതായും പരാതി. OP ടിക്കറ്റ് ലഭിക്കാൻ വൈകുന്നതായും ഡോക്ടർമാർ ഉച്ചയോടെ മടങ്ങിപ്പോകുന്നതായും ആക്ഷേപമുണ്ട്. രാവിലെ ആശുപത്രിയിലെത്തിയാൽ എല്ലാ പരിശോധനയും കഴിഞ്ഞ് വൈകിട്ട് മാത്രമാണ് രോഗികൾക്ക് തിരിച്ചു പോകാൻ കഴിയൂ എന്നാണ് രോഗികളുടെ പരാതി. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സക്കെത്തിയാൽ വലിയ ദുരിതമാണ് നേരിടുന്നതെന്നും മേയർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നും രോഗികളും കൂട്ടിരിപ്പുകാരും ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി എങ്കക്കാട് 220 kV വൈദ്യുതി ലൈൻ പൊട്ടിവീണു. എങ്കക്കാട് പുത്തൻകുളത്തിനു സമീപം വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ അധികൃതർ ലൈൻ ഓഫ് ചെയ്തതിനെ തുടർന്ന് വൻ ദുരന്തമൊഴിവായി. തൃശൂരിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന 220 kV ലൈൻ പൊട്ടി സമീപത്തെ വൈദ്യുതി കമ്പികളിലേക്ക് വീഴുകയായിരുന്നു. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു. പുലർച്ചെയായിരുന്നു അപകടം. മൈസൂരിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പച്ചക്കറിയുമായി പോയിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞത്. കാട്ടിലപ്പൂവത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രക്കാരിക്ക് പരിക്കേറ്റു. കട്ടിലപ്പൂവം സ്വദേശി മണ്ടോളി ഷെൽബിന്റെ ഭാര്യ അനീറ്റയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും കാലിലും പരിക്കേറ്റ ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു അപകടം. ഭർത്താവ് ഷെൽബിന് നിസാര പരിക്കേറ്റു. ചെമ്മാപ്പള്ളിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ചെമ്മാപ്പള്ളി സ്വദേശി എറണാകുളത്ത് വീട്ടിൽ അഭയകൃഷ്ണയാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പെരുങ്ങോട്ടുകര അനശ്വര പാലത്തിന് സമീപത്ത് വെച്ചാണ് പ്രതിയിൽ നിന്ന് കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 14 ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തത്. പ്രതിക്കെതിരെ കഞ്ചാവ് സൂക്ഷിച്ച കുറ്റത്തിന് NDPS നിയമത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി ചുമത്തിയാണ് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ L വിഷ്ണു, CPOമാരായ അനീഷ്, ശ്രീജിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ഏർപ്പെടുത്തിയ തദ്ദേശീയ എഴുത്തുകാർക്കുള്ള ഷാജി K. അബ്ദു സാഹിത്യ പുരസ്കാരം നാടകകൃത്തും സംവിധായകനും കഥാകൃത്തുമായ ബഷീർ തൃപ്പേക്കുളത്തിന് സമ്മാനിച്ചു. ചന്ദ്രാപിനി ഹൈസ്കൂൾ 1994 SSLC കൂട്ടായ്മ ഓർമ്മകളുടെ പൂക്കാലം വാർഷിക ആഘോഷവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് കൈപ്പമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA സ്വീകരണം നൽകി. CPM കൈപ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.